ഹലോ, ഹായ്. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇന്ന് സബ്ജക്റ്റ് ഒന്നും ഇല്ലേ? അല്ല, ഉണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെറുതെ കളയണ പ്ലാസ്റ്റിക് കവറുകൾ, പരിപ്പ് പയർ വാങ്ങിയ കവറുകൾ, അരിച്ചാക്കൊക്കെ എങ്ങനെ നമ്മൾ ഒരു ചെടിച്ചട്ടിയായി മാറ്റാം, അതായത് ഗ്രോ ബാഗ് ആക്കി മാറ്റാം. മറ്റേ ഇതിന്റെ ചാക്കല്ല കേട്ടോ, പ്ലാസ്റ്റിക് ചാക്ക്. എങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് ആക്കി മാറ്റാം എന്നുള്ളത് തന്നെ ടെക്നിക്സ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ വെറുതെ മണ്ണിട്ട് നിറയ്ക്കാണ്ട് നമ്മൾ വെറുതെ കടയിൽ പോയിട്ട് കാശ് കൊടുത്ത് ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ വാങ്ങേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേസ്റ്റ് എങ്ങനെ യൂസ് ആക്കാം, വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ കണ്ടില്ലേ, ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കണൊക്കെ നിർത്തി സന്തോഷത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോർമലായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മണ്ണൊക്കെ നിറച്ച് ഇടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെറുതെ മണ്ണ് നിറച്ചിടാം അല്ലേ? ഇങ്ങനെ കണ്ട. ഇത് ഗ്രോ ബാഗിന്റെ സ്റ്റൈലിലോട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇത് വെറുതെ ഒരു ദിവസം എൻ്റെ മടി പിടിച്ചിരുന്ന ദിവസത്തിൽ ഞാൻ ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ ഇതിൻ്റെ കുറേ ഇങ്ങനെ ഇടുമ്പോൾ കുറേ ദോഷമുണ്ട്. കാരണം ഇത് മണ്ണൊന്നും കറക്റ്റ് വരാണ്ട് വേറെ ഇറങ്ങാൻ പാകത്തിനുള്ള മണ്ണ് സെറ്റാവില്ല ഇങ്ങനെ വെച്ചാലേ. അതിനൊരു പ്രത്യേക സ്ട്രക്ചറൊക്കെ വേണം. ഇങ്ങനെ വെച്ചാൽ എനിക്കങ്ങ് സംതൃപ്തിയില്ല. അപ്പൊ നമ്മൾ മറ്റേപാട് നമുക്ക് ചെടിക്കും സംതൃപ്തി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ചെടികളൊക്കെ എവിടെ ഇട്ടാലും വളർന്ന ചെടികളൊക്കെ മുളച്ചു വരും. പക്ഷെ നമ്മൾ നന്നായിട്ട് കെയർ വേണ്ട ചെടികളൊക്കെ ചിലപ്പോൾ അങ്ങ് ചീത്തയാവും. അതുപോലെ തന്നെ അത് കണ്ടില്ലേ, ഇതിങ്ങനെ കിടന്ന് ആടും. പറഞ്ഞ പോലെ തന്നെ എന്താ, അതിനൊരു ഷേപ്പ് ഇല്ലാണ്ട് എന്താ കിടന്ന് ആടും. അപ്പോൾ അതാണ് നമ്മൾ എങ്ങനെ അത് ഒരു റോ മെറ്റീരിയലിൽ നിന്നും കണ്ടോ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ പരിപ്പ് വാങ്ങിയതും എന്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങണ പ്ലാസ്റ്റിക് കവറുകൾ, എന്ത് കവറിലും നമുക്ക് ചെയ്തെടുക്കാം. അരിച്ചാക്ക് അതൊക്കെ അതിലൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഇന്ന് നമ്മുടെ ടെക്നീഷ്യൻ നിഖിലാണ്. അപ്പം നിഖിലാണ് നമ്മളെ അത് എനിക്കതൊന്നും കറക്റ്റ് ചെയ്യാൻ വരില്ല കേട്ടോ. അപ്പം നിഖിലാണത്. അപ്പോഴത്തേക്കും ഞാടെ കൂടി മീശൊക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിഖിലാണ് ഇന്ന് കാണിക്കാൻ പോണേ അതെങ്ങനെ ചെയ്യണേന്നുള്ളത്. അപ്പം ചാച്ച റെഡി അല്ലേ? സംഭവം റെഡിയാ. ഓക്കെ. അപ്പൊ ചാച്ച എന്തൊക്കെയാണ് ഇതിന്റെ സാധനങ്ങൾ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ കത്തി, അല്ലെങ്കിൽ കത്രിക, പിന്നെ ഒരു കത്തി നോർമലി ഒരു സംഭവത്തിന് കാണിച്ചു തരാം. പിന്നെ ഒരു സ്റ്റാപ്ലർ. ഇത്രയും സാധനങ്ങളും പിന്നെ ഇത്രയും സാധനങ്ങൾ മതി. ഞാനാ പഠിപ്പിച്ചെടുത്ത് തന്നിട്ടാ ഞാൻ ചോദിക്കണ കേട്ടോ. ഇതുണ്ടോ, ഇതൊരു കവറ്, പരിപ്പ് വാങ്ങിയ കവറ്, ചാക്ക്, പിന്നെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബാഗ്. ഓക്കെ. അപ്പൊ ഇത്രയും സാധനം എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു മടക്ക് മടക്കി ഒരു മൂന്ന് മടക്ക് മടക്കണം അല്ലേ? 2-3 മടക്ക് മടക്കിയിട്ട് ഈ 2-3 മടക്ക് മടക്കി നമ്മളതിൽ ഓട്ട ഇടും. 2-3 ഓട്ട ഇടുന്ന വെച്ചാൽ വെള്ളം ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ഡ്രെയിനേജ് വേണമല്ലോ. ഡ്രെയിനേജ് എന്നല്ല വെച്ചാൽ പറയണേ, ഒരു വെള്ളം കെട്ടി കിടക്കരുത്. ചെടികൾക്കൊക്കെ ഓട്ട ഉള്ള പോലെ തന്നെ ഇതിനും വേണം, ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നൊക്കെ ചീത്തയാവും. അപ്പം ഓട്ട ഇട്ട് കൊടുത്തു. 3 എന്ന് പറയുമ്പോൾ അത് നിവർത്തി വരുമ്പോഴത്തേക്ക് ഒരു 5-6 എണ്ണം ആവും. നമ്മൾ ഓട്ടയൊക്കെ ഇട്ടു. ഓട്ടയൊക്കെ ഇട്ടിന് ചാച്ചൻ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. പിന്നെ ഇത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു വലിപ്പത്തിൽ മതി. അപ്പൊ കുറച്ച് കട്ട് ചെയ്ത് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞേര്. അത്രയും കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഒരു മിനിറ്റ് ഞാൻ പിടിക്കട്ടെ. എന്റെ കൈ മുറിച്ച് കളയാനല്ല എന്നിട്ട്. അയ്യോ വേണ്ട, ഞാൻ മാറ്റം, എനിക്ക് പേടിയാ. പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അതെടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ അങ്ങനെ ഇട്ട് കഴിയുമ്പം ഇതുപോലെ ഇരിക്കും. മണ്ണൊന്നും സെറ്റ് ആവൂല. മണ്ണ് നമ്മൾ മണ്ണിലോട്ട് വേരൊക്കെ ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കണം. അപ്പോൾ അത് സെറ്റ് ആവണമെങ്കിൽ നമ്മൾ അതിന് ഷേപ്പ് വരുത്തണം. ഇപ്പൊ ചാച്ചൻ ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി ഇതിന്റെ അടിക്കൊരു വട്ടത്തിലുള്ളൊരു ഷേപ്പ് കൊടുക്കണോ അല്ലേ ചാച്ചാ? എന്റെ കൂർത്ത 2 അറ്റങ്ങൾ അല്ലേ, അറ്റങ്ങളെടുത്ത് ഒന്ന് മടക്കുക. ഒരു രീതി വന്നിട്ടില്ലേ, കണ്ടില്ലേ? ഇതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റാപ്ലർ എടുക്കുക.
ഓക്കെ, ഇത് കണ്ട ഇങ്ങനെ സ്റ്റാപ്ലർ പിടിക്കുക, മറ്റേത് മാറ്റി പിടിക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഇതിനകത്ത് വെക്കുക, വെച്ചിട്ട് അങ്ങ് അമർത്തുക, രണ്ട് സൈഡിലും പ്രസ് ചെയ്യാം. അപ്പോൾ അടിയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് പിടിച്ചേക്കുക, വേണ്ട ഈ സൈഡിൽ വന്നാൽ കണ്ട ഇതങ്ങ് മടക്കി വെക്കുക, വേണ്ട ഇങ്ങനെ മടക്കിയിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഓരോ സ്റ്റാപ്ലർ വെച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഈ സൈഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു മടക്കുക, അതേ പ്രോസസ്സ് തന്നെ മടക്കി വെച്ചിട്ട് മടക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് വെച്ചു അടിക്കുക, മറ്റേ സൈഡിലും ഒരടി അടിക്കുക. അടിച്ചു, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അപ്പം താഴെ അത് ഒട്ടിക്ക് ചേർന്ന് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് അപ്പം ഉണ്ടോ നമ്മൾ നേരത്തെ കണ്ട ചാക്കാണോ നോക്കിക്കുക. അത് നമ്മുടെ ഗ്രോ ബാഗ് റെഡിയായി. ഇനി ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് മടക്കി കൂടെ വൃത്തിയാക്കി വെച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് റെഡിയായി. എൻ്റെ അടിയിലത്തെ ഷേപ്പൊക്കെ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. രണ്ട് സൈഡും മടക്കി സ്റ്റാപ്ലർ വെച്ചിട്ട് അടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഈ സ്റ്റാപ്ലർ ഞങ്ങളുടെ ഈ ചാക്കിൻ്റെ കട്ടിക്ക് അത്ര പോരാത്തോണ്ട് നമ്മളൊന്ന് അത് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് സൈഡിലൊക്കെ ഓട്ടകളായി, ഇതിനകത്ത് കണ്ടില്ലേ ഓരോരോ ഓട്ടകളും ഇതൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് മണ്ണ് നിറച്ച് സാധാരണ ഗ്രോ ബാഗ് സെയിം ആണ് ഗ്രോ ബാഗ്. അപ്പം അതിൽ നമുക്ക് സംഭവം നടാം. അപ്പം ഇതിൽ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പയറ് വാങ്ങിയ ഇതിൽ എങ്ങനെ ഗ്രോ ബാഗ് ഉണ്ടാക്കാം. ഇതിൽ ഞാൻ പല സാധനങ്ങളും മുളകൊക്കെ നട്ടിട്ടുണ്ട് ഇതിൽ. അപ്പം മുളകൊക്കെ നന്നായിട്ട് വരും. ഇതുപോലെ തന്നെ ഈ സൈഡ് അങ്ങ് മടക്കുക, അറ്റെടുക്കുക, അറ്റെന്താ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇത് ഇവിടെ നിന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമ്മൾ സ്റ്റാപ്ലർ എടുക്കുക, അതിൻ്റെ ഏറ്റവും അറ്റത്ത് നോക്കിയിട്ട് ഒരു പിടിയങ്ങ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ അറ്റം ഇങ്ങനെ മടക്കുക, മടക്കിയിട്ട് നോക്കിയിട്ട് അറ്റത്ത് നോക്കാം. അപ്പോൾ അറ്റത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് സ്പേസ് ഒത്തിരി പോകില്ല. എന്നിട്ട് നമ്മൾ സാധാരണ അത് ചെയ്യണ പോലെ ഇതിപ്പോൾ ഉള്ളിലോട്ട് മടക്കി കൊടുക്കണമെങ്കിൽ ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ ഭംഗിയായിട്ടിരിക്കും. വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് അവിടെയും രണ്ട് സ്റ്റാപ്ലർ അടിക്കണമെങ്കിൽ അടിക്കാം, അന്നേരം അത് ഭംഗിക്ക് ഇതായിട്ടങ്ങ് ഇരുന്നോളൂ. അയ്യോ ഇനിയുണ്ടോ? ഭംഗിക്ക് ഇരിക്കട്ടെ, ഒരു നല്ല ഭംഗിയിലിരിക്കട്ടെ. അങ്ങനെ സ്പേഷ്യസ് ആയിട്ട് ഒരു കവർ ഉണ്ടോ? അതിന് ഓട്ടയിട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ ഓട്ടയിട്ടില്ല, ഓട്ടയിട്ട് കൊടുക്കണം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓട്ടയിട്ട് മറന്നുപോയി ഓട്ടയിടാൻ. അപ്പോൾ ഇതൊരു ഗ്രോ ബാഗാണ്. ഇതൊക്കെ നമുക്ക് ഒരിക്കലും പ്ലാസ്റ്റിക് നശിക്കില്ല എന്ന് പറയില്ല. അപ്പോൾ നമുക്ക് ഇത് വലിച്ചെറിയാണ്ട് നമുക്കിതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടിച്ചട്ടികൾ ഉണ്ടാക്കാം. ഇതും അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ വാങ്ങണ കവറുകളും ഒക്കെ അതുപോലെ കണ്ടില്ലേ, ഭംഗി ചെടിച്ചട്ടി പോലെ തന്നെ ഇരിക്കണല്ലേ. അപ്പോൾ വീട്ടിൽ സ്ഥലമില്ല എന്ന് പറയണ്ട, മണ്ണിൽ എന്താ പറയണേ, മഴയാന്നും പറയണ്ട, നമുക്ക് മഴയത്തൊക്കെ ഇത് ഉള്ളിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. മഴയൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ചെയ്യാം. ഷെയ്ഡിൻ്റെ സൺഷെയ്ഡിലോ അല്ലെങ്കിൽ ബാൽക്കണിയോ അല്ലെങ്കിൽ വീടിന് കുറച്ച് വരാന്തയിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് മണ്ണ് നിറയ്ക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ മണ്ണ് നിറയ്ക്കേണ്ട സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അടുത്ത ആഴ്ചകൾ പ്രത്യേകം കാണിച്ചു തരും. കാരണം ഒത്തിരി മണ്ണൊന്നും ഇല്ലാണ്ട് ഇതെങ്ങനെ നിറച്ച് ഇല്ലാത്തവർക്ക് മണ്ണ് സേവ് ചെയ്തുകൊണ്ട് മണ്ണ് അധികം ഇല്ലാതെ എങ്ങനെ മണ്ണ് നിറയ്ക്കാം എന്നുള്ള ടെക്നിക്ക് ഞാൻ അടുത്ത ആഴ്ച കാണിച്ചു തരാം. ഇത്രയും മണ്ണ് ഇട്ടിട്ട് മണ്ണില്ലാണ്ട് തന്നെ ഇത്രയും മണ്ണ് നിറയ്ക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഷെയർ ചെയ്യുക. അതെ, അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണണേ. ഓഫ് കോഴ്സ്, കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.